ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ NTTFൻ്റെ സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് ഫുൾ HMT ഗ്രൗണ്ടിലാണ് ഞങ്ങളുടെ സ്പോർട്സ് ഡേ ആഘോഷിക്കുന്നത്. അപ്പം ലെറ്റ്സ് സീ അവർ സ്പോർട്സ്. A well-coordinated Mart Fast is a feast to the eyes and ears. When coupled with some striving, marching music, each house is represented by the captain and the vice captain. Now we are witnessing the മാർച്ച് പാസ്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ സ്കൂൾ ഡേയ്സ് ഒക്കെ ഓർമ്മ വരും അല്ലേ. ഓരോ ഹൗസ് വൈസിൽ നമ്മൾ ഓരോ ആഘോഷങ്ങളിലും ഇത് ചെയ്യുന്നത്. അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്കൂളിൽ ഈ മാർച്ച് പാസ്റ്റൊക്കെ ചെയ്യാറ്. നമ്മളിവിടെ സ്പോർട്സ് ഡേൻ്റെ അന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല കളേഴ്സിലുള്ള ഹൗസസ് ആണ് ഇവിടെ കാണുന്നത്. കുട്ടികളൊക്കെ വളരെ നന്നായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. in a national level. The flame of peace and harmony is now lit in our hearts. May this light glow to remove darkness from the lives of all and brighten up our future. അങ്ങനെ എല്ലാ ടീമിനും ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റും കൽപ്പന മാഡം ഒക്കെ വന്നിട്ടാണ് നമുക്ക് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാ ടീമും കൂടെ ചിയറപ്പ് ചെയ്യുകയാണ് ഇതിവിടെ. Come on! Woo-hoo! Can see pink house, orange house. Orange house is running. Come on, it's possible. Sakit, run. Wow, 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 wow. Come on, cheer up. Wow. Claps. Can see blue house. Ramya, Chara, and Shweta. Red, blue, pink. ഇന്ന് സ്പോർട്സൊക്കെ നടക്കുമ്പോൾ ഞങ്ങളുടെ ഈ സെൽഫിയും പിന്നെ ഈ കോപ്രായും അല്ലാതെ എന്താഘോഷം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു, ഞങ്ങൾ കുറേ ബൂമറാങ്ങൊക്കെ എടുത്തു, ഞങ്ങൾ കുറച്ച് അടിച്ച് പൊളിച്ചു ഗൈസ്. പക്ഷേ ഒരുപാട് റീൽസൊന്നും എടുക്കാൻ പറ്റിയില്ല. എങ്കിലും ഞങ്ങളുടെ മാക്സിമം സൈക്കിൾ ഗ്യാപ്പിൽ ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയല്ലേ ഒരു ഹാപ്പിനെസ്. സോ ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ സ്പോർട്സിലേക്ക് കടക്കാം. Possible. Clap. Yes, one more round. First track ಬನ್ನಿ. First track ಅಲ್ಲಿ ಓಡ್ಬೋದು ನೋಡಿ. ರಮ್ಯ first track ಕೀ ಮಾಡುವ. ನೋಡಿ ಅಲ್ಲಿ ಯಾರು ಬಿದ್ರು. Come run. നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൈസസ് ഒക്കെ ഒന്ന് കാണണ്ടേ. എന്തായാലും ഇതൊക്കെയാണ് ചാമ്പ്യനുള്ള ട്രോഫി. പിന്നെ ഇൻഡിവിജ്വൽ റണ്ണറപ്പിനും അത്ലറ്റിനും വിന്നറിനും ഒക്കെ ഓരോ ട്രോഫീസാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയിച്ച് ഞാൻ സർട്ടിഫിക്കറ്റൊക്കെ ഇതെന്ന് എഴുതി. ആ സമയത്താണ് നമ്മുടെ സ്റ്റാഫൊക്കെ അവിടെ വന്നപ്പോൾ അവരെ ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ചു ഗൈസ്. 1, 2, 3. Ready? 1, 2, 3. എല്ലാവരും വിചാരിച്ച് ഇവരുടെ ഫോട്ടോ എടുക്കാന്ന്. കണ്ടില്ല ഓരോരുത്തർ പോസ് ചെയ്ത് നിൽക്കുന്നത്. വീണ്ടും പിന്നെയാണ് മനസ്സിലായത് നമ്മൾ റീലെടുക്കുക എന്ന്. ആ എന്നുള്ളൊരു സംഭവമാണ് എടുത്തിരിക്കുന്നത്. ഇതെൻ്റെ ഹർഷ വൈകൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. വെൽക്കം ടു ദി ചാനൽ ഗൈസ്. സോ ഞങ്ങൾ ഇന്ന് പോകുന്നത് കദംബ കഫേയിലേക്കാണ്. ഇതൊരു പുതിയ ഹോട്ടലാണ് ഇവിടെ വന്നിരിക്കുന്നത്, ജസ്റ്റ് ബിസൈഡ് അവർ HMT ഗ്രൗണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ട്രൈ ചെയ്യാൻ പോവാണ്, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി. അപ്പോൾ ലെറ്റ്സ് സീ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു, എങ്കിലും നമുക്ക് നോക്കാം. കം രഞ്ജിത്ത, നമുക്ക് പോവാം. ആംബിയൻസ് ഒക്കെ ഇങ്ങനെയാണ്, നല്ല രസമുണ്ട് കേട്ടോ. സോ ഇവിടെ കൊള്ളാം. ഇവിടെ ഞങ്ങൾ വന്നപ്പോഴാണ് ഇവിടെ വേറൊരുത്തി ഞങ്ങളെ പറ്റിച്ച് ഒറ്റയ്ക്ക് വന്നിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഹാൻഡ് വാഷൊക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ, അവൾ പുതിയ നമ്പർ എന്നൊക്കെയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. സോ ഓൾ ദ മെനു ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടുന്ന് വാങ്ങിക്കാവുന്ന മെനു ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വി ആർ ഗോണ സെലക്ട്. നോക്കൂ, എനിവേ ലഞ്ച് വാട്ടെവർ. ഞങ്ങളുടെ എല്ലാം ഓർഡർ ചെയ്തിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. പ്രഭ മാഡം എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അവിടെ ജെൻ ഫാക്കൽറ്റീസ് ഒക്കെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഐറ്റംസ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. എല്ലാ സ്റ്റാഫ് ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എല്ലാ ഐറ്റംസും
ഫ്രൂട്ട് സലാഡ് വേറെ സൈഡിൽ നിന്നാണ് വാങ്ങേണ്ടത്. അവളത് വാങ്ങിക്കാനായിട്ട് പോവാം. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ, ആംബിയൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. എവറിബഡി ക്യാൻ വിസിറ്റ് ദിസ് പ്ലേസ്. ഇറ്റ് ഇസ് ജസ്റ്റ് അഡ്ജസ്റ്റൻറ്റ് ടു HMT ഗ്രൗണ്ട്. അങ്ങനെ നമ്മുടെ പനീർ മഞ്ചൂരി എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും അങ്ങനെ നമ്മുടെ ബേബി കോണും വന്നിരിക്കുകയാണ്. ബേബി കോൺ മഞ്ചൂരിയൻ. ഞങ്ങളുടെ 2 സ്റ്റാർട്ടേഴ്സും കഴിഞ്ഞു. ഞങ്ങൾ ഭയങ്കര വെയിറ്റിംഗിലാണ്. അടുത്ത ഫുഡ് എപ്പോഴും അവർ കൊണ്ടു തരുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ റെഡി ആയിത്താന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവർക്ക് വയ്യാത്തതുകൊണ്ട് സ്പൂണൊക്കെ കൊണ്ട് ഞങ്ങൾ കുറേ പൊട്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ റൊട്ടിയും കറിയും വന്നിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഒരുമയുണ്ടെങ്കിൽ ഒലക്കയിലും കിടക്കാന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഒരു പ്ലേറ്റിലാണ് ഗൈസ് ഞങ്ങൾ കഴിക്കുന്നത്. കണ്ടില്ലേ, അത്ര സ്നേഹമുള്ളവരാണ് ഞങ്ങൾ. കണ്ടില്ലേ എന്ത് സുഖമായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. അതാണ് ഒത്തൊരുമൈ. പ്രഭ മാഡമാണ് ഇത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. മഷ്റൂം കബാബ് നമ്മൾ ഓർഡർ ചെയ്തില്ല. സംഭവം അടിപൊളിയാണ്. നമ്മൾ മഷ്റൂം ഫ്രൈഡ് റൈസ് എടുത്തിരിക്കുകയാണ് ഗൈസ്. ഇനി എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും. ഇല്ല ഉണ്ട് ഇവിടെ കറക്റ്റായിട്ട് സെർവ് ചെയ്യുന്നത്. അത് ഈക്വാലിറ്റി വളരെ കൃത്യമായിട്ട് നോക്കുന്ന ഒരു മാമാണ്. മാം എല്ലാം കറക്റ്റ് അളവിലാണ് എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നത്. ഇത് എല്ലാവരും പ്ലേറ്റും കൊണ്ട് നിൽക്കുന്ന കണ്ടോ ഗൈസ്. അപ്പം ഞാനും സുപ്രിയയും കൂടെ ഒരുമിച്ച് ഇത് കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും പ്ലേറ്റ് കിട്ടി കണ്ടോ. എവറിബഡി ഗോട്ട് ഇൻഡിവിജ്വൽ. പക്ഷേ എനിക്കും സുപ്രിയയ്ക്കും മാത്രമാണ് പ്ലേറ്റ് ഇല്ലാത്തത് ഗൈസ്. സാരമില്ല, ഷെയറിംഗ് ഈസ് കെയറിംഗ്. വെജ് ഫ്രൈഡ് റൈസും വന്നിരിക്കുകയാണ്. അങ്ങനെ സുപ്രിയയ്ക്കൊരു എക്സ്ട്രാ പ്ലേറ്റ് കിട്ടി. സോ അതിൻ്റെ സന്തോഷത്തിലാണ് സുപ്രിയ. പനീർ ഫ്രൈഡ് റൈസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതും നമ്മളിവിടെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീര റൈസും വന്നിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ എല്ലാ റൈസ് ഐറ്റം കാരണം ഞങ്ങളുടെ വയറ് ഫില്ലായിരിക്കുകയാണ്. ഇത് എങ്ങനെ അകത്താക്കുമെന്നുള്ള പെద్దപ്പാടാണ്. ഇവിടെ ഒരുത്തിയാണെങ്കിൽ ഇത് പനീറും എല്ലാ സാധനവും പുറത്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ ന്യൂഡിൽസ് ഒക്കെ തീർക്കാൻ പറ്റില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോളും. ഞങ്ങൾക്ക് വയ്യ, മടുത്ത് വി ആർ ഫെഡ് അപ്പ്. മതി. മാഡത്തിന് ഇപ്പം സെർവ് ചെയ്യാൻ വയ്യ. മാം തളർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സെൽഫ് സർവീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ടമ്മി ഫില്ലായി ഗൈസ്. അങ്ങനെ ഞങ്ങൾ എക്സ്ട്രാ ഒരു റൈസും കൂടെ പിള്ളേരുടെ അടിച്ചു മാറ്റിയിരിക്കുകയാണ് ഗൈസ്. പാവം പിള്ളേർ. അപ്പോൾ വി ഹാവ് ഗിവൻ ദ ജീര റൈസ് ടു ദീസ് ഗൈസ്. പക്ഷെ എന്ത് ചെയ്യാനാ, മിസ്റ്റേക്കായി പോയി. അതുകൊണ്ട് ഞങ്ങളത് എക്സ്ചേഞ്ച് ചെയ്തു. കുട്ടികൾ ഡീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു ശരി ഞങ്ങൾ അതെടുത്തേക്കാന്ന് പറഞ്ഞു. സോ ദേ ആർ ഓൾസോ ഹാപ്പി, വി ആർ ഓൾസോ ഹാപ്പി. ഇയാൾ ഇവിടുത്തെ ഈ തുണി ഇവിടെ വെച്ചിട്ട് പോയപ്പോൾ പ്രഭാ മേഡത്തിന് വീട്ടിലുള്ളതുപോലൊരു ഫീല്. മാം എടുത്ത് തുടയ്ക്കാനിരുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, അതാണ് നമ്മൾ വീട്ടമ്മമാരുടെ ഒരു കാര്യം. എനിക്കും ടിഷ്യൂ. അങ്ങനെ ഞങ്ങൾ ഇനി ഞങ്ങളുടെ ഐസ്ക്രീമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇറ്റ് ഇസ് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം. സോ അതിൻ്റെ വെയിറ്റിംഗിലാണ്. ഇതൊക്കെയാണ് ഞങ്ങളൊക്കെ. ഇനി ഒരാളും കൂടെ ഉണ്ട്, വാഷ്റൂമിൽ പോയിരിക്കുകയാണ്. സോ അവളും എത്തിയിരിക്കുകയാണ്. ഇതാണ് സുപ്രിയ. എൻ്റെ വ്ളോഗിൽ ഹായ് പറയൂ. അറിയാം, ഇവിടെ 2 സെക്ഷനാണുള്ളത്. ഇവിടെ വന്നിട്ട് അവർ സ്നാക്സ്, പിന്നെ അതേമാതിരി എന്താ പറയുക പിസ്സ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ വന്നിട്ട് നമുക്ക് ഓൾ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് ഡിഷൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇതാ അവിടെ കദംബ കഫേ ഉണ്ട്. കോഫി ഇവരുടെ സ്പെഷ്യാലിറ്റിയാണ്. ആ ഒരു ഭാഗത്താണ്, ആ ഒരു കൗണ്ടറിലാണ് അത് കിട്ടുന്നത്.
സോ എല്ലാവരും വെൻ യു ആർ വിസിറ്റിംഗ് ടു HMT ഗ്രൗണ്ട് പ്ലീസ് ഡു വിസിറ്റ് ദിസ് പ്ലേസ്. ഞങ്ങളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദി ഐസ്ക്രീം ഇസ് ഹിയർ. സ്പൂണ് എന്തായാലും. അപ്പോൾ ഞങ്ങൾ മൂന്നായിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ്. ഇനി ഞങ്ങൾ 3 പേരാണ് ഇത് കഴിക്കാൻ പോകുന്നത്. എടുത്തു ഓൾ ഡ്രൈ ഫ്രൂട്ട്സും ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. അങ്ങനെയുണ്ട്. അവർ ബിസി ഈറ്റിംഗ് ആണ്. അപ്പോൾ ഗൈസ് വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ. സേ ബൈ. ബ്ലെസ്സി ബൈ പറ. ഷീ ഈസ് ബിസി ഈറ്റിംഗ്. ഓക്കെ.